ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്നറിയോ? നമ്മുടെ പണിക്കൻകുടിയിൽ നിന്ന് മുനിയറ പോകുന്ന റൂട്ടിൽ നമ്മുടെ പണിക്കൻകുടി പള്ളിയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള മുനിയറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ പണിക്കൻകുടി പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ യാത്ര മുന്നോട്ട് തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ മുനിയറ എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമത്തിലേക്ക് കേട്ടോ. അപ്പം നല്ല ശീതളമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നല്ല വെയിലൊക്കെ തെളിഞ്ഞ് മഴയൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അതും നല്ല രാവിലെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ധാരാളം വീടുകളുടെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുതൽ അങ്ങ് മുനിയറ ആയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ പണിക്കൻകുടി പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ വന്ന് കമൻറ്റ് ചെയ്തു മുനിയറ പള്ളിയാന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളിത് ഈ കയറ്റം കയറി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴല്ലോ ഭയങ്കര ആംബിയൻസിലിരിക്കുന്ന ഒരു ചെറിയ കട്ടക്കുളമുണ്ട്. ഞാൻ എപ്പോൾ ഇതിലൂടെ പോയാലും എൻ്റെ പോലെ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ലൊക്കേഷനാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ല സാധനമാണ്. നല്ല പാറപ്പുറം, അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കണം കേട്ടോ. ഈ മതിയായ പാറയുടെ അടിയിൽ നല്ലൊരു കട്ടക്കളം, അടിപൊളിയല്ലേ? നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു ആംബിയൻസ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വീടൊക്കെ അടുത്ത നാളെ കണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതാണ്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ശങ്കരൻകുട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ശങ്കരൻകുട്ടിപ്പടിയാണോ ശങ്കരൻപടിയാണോ എന്ന് എനിക്കറിയില്ല, ചെല്ലുമ്പോൾ അറിയാം. അപ്പം നമ്മൾ പണ്ട് മരക്കാനം വീഡിയോ ചെയ്തില്ലേ, മരക്കാനം വീഡിയോ ചെയ്തിട്ട് ഈ എൻഡിലായിരുന്നു നമ്മൾ വന്ന് ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുനിയറ നമുക്ക് വീഡിയോ എടുക്കണമെന്ന്, നല്ലൊരു കാലാവസ്ഥ കിട്ടട്ടെ എന്നാണ്. ശങ്കരൻകുട്ടിപ്പടി എന്നാണ് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് കേട്ടോ. ഇവിടെ ഉണ്ട്, ബോർഡുണ്ട്. ഫൈനലി നമ്മൾ ശങ്കരൻകുട്ടിപ്പടിയിലെത്തി. ഈ ഒരു വഴിയില്ലേ, ഈ ഒരു വഴിയേക്കിലെയാണ് നമ്മൾ മരക്കാനം വഴി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മനോഹരമായ ഒരു വീടൊക്കെ ഉണ്ട്. ഈ മേഖലയിലൊക്കെ ധാരാളം കടകൾ, സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയൊരു കട നമുക്ക് കാണാം കേട്ടോ. ശ്രീധരൻ ചേട്ടൻ്റെ ചായക്കട. നിങ്ങൾ നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പം ഇടുക്കിയിലെ ഓരോ കടകളുടെ പേരുകളൊക്കെ വ്യത്യസ്തമായ പേരുകളല്ലേ. അപ്പം അത് ഈ ഒരു മേഖലയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പറമ്പുകാരൻ്റെ പേരാണ് ശങ്കരൻകുട്ടിപ്പടി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതുണ്ട്, ഇവിടെ നല്ല ചെത്തി പൂവൊക്കെ ഇങ്ങനെ പൂത്ത് ഒലഞ്ഞ് നിൽക്കുന്ന കാഴ്ച അല്ലേ, അടിപൊളിയല്ലേ? അപ്പം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി എന്ന് പറയുന്നത് നമ്മൾ നേരെ മുനിയറയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇതുവഴി. അങ്ങനെ തിങ്കൾക്കാട് കാര്യത്തോടൊക്കെ കൂടി നെടുങ്കണ്ടം പോകാൻ പറ്റും. ഈ വഴി നമ്മൾ വന്നത് നേരെ കാണുന്ന വഴിയില്ലേ, ഈ നേരെ കാണുന്ന വഴിയാണ് നമ്മൾ മരക്കാരം കൂടി കൊമ്പടിഞ്ഞാൽ കൂടി വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന് യാടിയിരിക്കുന്ന വഴിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ശങ്കരൻകുട്ടിപ്പടിയിൽ നമുക്കൊരു ചെറിയ വെയിറ്റ് ഷെഡൊക്കെ ഇവിടെ ഉണ്ട്, ഒരു വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശങ്കരൻകുട്ടിപ്പടിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ റോഡിൻ്റെ 2 സൈഡും നമുക്ക് ധാരാളമായിട്ടുള്ള വീടുകൾ, അതുപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കടന്നു ചെല്ലുന്ന സ്ഥലത്ത് തന്നെയാണ്
മുനിയറ ഗ്രാമത്തിൻ്റെ ടെമ്പിൾ ഉള്ളത്. അപ്പം ഇതൊരു അത്യാവശ്യം പ്രശസ്തമായിരിക്കുന്ന ഒരു ടെമ്പിളാണ്. നമുക്ക് അവിടെ നിർത്തി ആ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് മുനിയറയിലേക്ക് എത്താം അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടോ, ഫുള്ള് വീടുകളാണ് ഇവിടെ എല്ലാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും കേട്ടോ. പതിവിന് വിപരീതമായിട്ട് ഇത് നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ തളരാൻ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ആലിൻ്റെ ചോട്ടിലേക്ക് ഞാൻ കയറി. ഇവിടെ നമ്മൾ മുനിയറ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ മഹാദേവ ക്ഷേത്രം മുനിയറ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുനിയറ ഗ്രാമത്തിലേക്ക് പോകാം അല്ലേ. പേരെന്ന് പറഞ്ഞേട്ടാ? വിജയകുമാർ അല്ലേ. വളരെ പുരാതന കാലം തൊട്ടുള്ള അമ്പലമാണ്. ഐതിഹ്യമുണ്ട്, ഇഷ്ടംപോലെ ജനങ്ങളൊക്കെ വരുന്ന അമ്പലം, ഡെയിലി പൂജയുണ്ട്. കൂട്ടുകാരെ, നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എത്താൻ പോണ ചെറിയ കൊച്ചു ഗ്രാമമാണ് നമ്മുടെ മുനിയറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ മുനിയറയിലേക്ക് നമ്മൾ പോകുന്ന വഴി ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ വഴിയൊക്കെ അത്യാവശ്യം ഇടുങ്ങിയ വഴിയാണ്. അപ്പം വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞ് വരാനുള്ള ഒരു സാധ്യതയുള്ള വഴിയാണ്. പലപ്പോഴും എനിക്ക് തന്നെ പണി കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ പണ്ട് മുനിമാർ താമസിച്ചിരുന്നുവെന്നും ഇവിടെ മുനിയറയൊക്കെ കണ്ടു കിട്ടിയെന്നൊക്കെയാണ് ഐതിഹ്യം. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഉണ്ടോ, ഇവിടെയാണ് ബോർഡുള്ളത്. ഇത് TPM ദ പെന്തക്കോസ്ത് മിഷൻ വിശ്വാസ മന്ദിരം എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ശരിക്കും നമ്മുടെ മുനിയറ ഗ്രാമം കേട്ടോ. നമ്മളങ്ങനെ മുനിയറ ഗ്രാമത്തിലെത്തി കേട്ടോ. അപ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഇതുണ്ടോ, ഇവിടെ നിന്നൊരു വഴി ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഈ വഴി ഇങ്ങനെ പോകുന്നത് ശരിക്കും വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. താഴെ നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ ജലാശയമൊക്കെ അങ്ങനെ പോയിട്ട് മരക്കാനൊക്കെ ചെന്ന് ചാടാമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. പക്ഷേ ഞാൻ ഈ വഴി ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല, അതാണ് സത്യം. സാധാരണ ഒട്ടുമിക്ക വഴികളും ഞാൻ പോയിട്ടുള്ള വഴികളാണ്, അതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റും. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ മനോഹരമായിരിക്കുന്ന ഒരു കുഞ്ഞു ചർച്ച് നമുക്ക് കാണാൻ പറ്റും. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ അങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ. സെൻറ്റ് മാത്യൂസ് കത്തീഡ്രൽ ചർച്ച് മുനിയറ. കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അതാണ് ഞാൻ ക്യാമറയും പിടിച്ച് ഇങ്ങോട്ട് വന്നത്. ഹായ്, ചർച്ചിലെ ആളാണോ? ആ, ഇത് കത്തീഡ്രൽ ചർച്ചാണോ അതോ? ആണല്ലേ. ആ, നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ആംഗ്ലിക്കൻ ചർച്ചിലെ ബിഷപ്പാണ് അല്ലേ. പേരെന്ന് പറഞ്ഞേ? ജോൺ ചെട്ടിയാർ. അതല്ലേ. സ്വന്തം വീട് തൃശ്ശൂർ. അപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒത്തിരി കുടുംബങ്ങളുണ്ടോ ആംഗ്ലിക്കൻ? 88 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. ഓ, നമ്മുടെ ഇംഗ്ലണ്ടിലെ മിഷണറിമാർ സ്ഥാപിച്ച സഭയില്ലേ CMS. ആ, ഓക്കെ. അത് ഇന്ത്യ മൊത്തമായപ്പോൾ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പേര്. ആ, ഓ ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മുടെ മുനിയറ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാം അല്ലേ. ദാ കയറി പോകുന്ന വഴിയില്ലേ, അത് നമ്മുടെ നെടുങ്കണ്ടം പോണ വഴിയാണ് കേട്ടോ. ഇവിടുന്ന് അടുത്തൊരു സ്പോട്ടാണ് തിങ്കൽക്കാട് കഴിഞ്ഞ് കാര്യത്തോട്, പിന്നെ മയിലാടുംപാറ, അത് കഴിഞ്ഞാൽ പാറത്തോട് വഴി നെടുങ്കണ്ടം, മയിലാടുംപാറ എന്ന് തിരിഞ്ഞു പോയാൽ ഉടുമ്പൻചോല കേട്ടോ. അപ്പം ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ദൃശ്യചാരുത എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയേറെ മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് മുനിയറ ഗ്രാമം കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ ആ ടോപ്പിൽ നിന്ന് നമ്മൾ വന്ന വഴി ഇതാണ്. ഈ ഓട്ടോറിക്ഷയ്ക്കകത്ത് കുറേ ചേട്ടന്മാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എല്ലാവരും മുനിയറക്കാരാണോ? മുനിയറ. അത് വേണ്ട. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്, അതുപോലെ തന്നെ ധാരാളം ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഓട്ടോ ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല. വീട് എവിടെയാണ്? മുനിയറ. എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങി? 53. എത്ര വർഷം പഴക്കമുണ്ടാവും നമ്മുടെ ഈ ഗ്രാമത്തിന്? 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടാവും. ഈ മുനിയറ എന്ന് പേര് വരാൻ കാരണം? പണ്ട് ഇവിടെ മുനിയറകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പറയുന്നത് ഞങ്ങളുടെ കാരണന്മാരുടെ കാലത്ത്. അങ്ങനെയാണ് ശരിക്കും ഈ മുനിയറ എന്നുള്ള പേര് വന്നത് അല്ലേ. ഇവിടെ പ്രധാനമായിട്ടും കൃഷി കാര്യങ്ങളൊക്കെ? ഇപ്പോഴത്തെ കൃഷിയിൽ പ്രധാനമായിട്ടിരിക്കുന്നത് ഏലമാണ്. ഏലമാണ്. പിന്നെ ജാതിയുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്.
അപ്പോൾ ഇപ്പം നിലവിൽ ഏലമാണ് അല്ലേ? ഏലമാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് കുറേ ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട്. അതുകൊണ്ടോ നമ്മുടെ ഒപ്പം കുറേ എല്ലാവരും ഒരു ഹായ് തരാമോ? പേരെന്നേട്ടാ? എൻ്റെ പേര് അരുൺ. 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 ജോബിഷ്. സിൻസർ. എന്ത് ചെയ്യുന്നു? എല്ലാവരും ഓട്ടോറിക്ഷക്കാരാണോ? ആ, ഓക്കെ. ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴി ശരിക്കും കരിമല ചെന്നിട്ട് അവിടുന്ന് വട്ടക്കണ്ണിപ്പാറ ഇറങ്ങി നേരെ കുത്തുങ്കൽ കൂടിയിട്ട് രാജക്കാടിന് പോകാം. അതുപോലെ ചെമ്മണ്ണാറ്, ഉടുമ്പൻചോല ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വഴിയാണ്. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കുറേ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഗ്രാമത്തിൻ്റെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്കെന്തോ ഈ ഒരു കട മാത്രം ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കട. പഴയ മോഡൽ തട്ടുകളൊക്കെ വെച്ച് ആ തട്ടുകൾ കണ്ടോ ഓരോ ബാനർ ഇങ്ങനെ എഴുതി വെക്കണം. ഗിഫ്റ്റുകൾ, കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ. ഈ കടയുടെ പേര് കളരിക്കൽ സ്റ്റോഴ്സ് ആൻഡ് ബേക്കറി കുൾബാർ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു അട്രാക്ഷൻ തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല വട്ടക്കണ്ണിപ്പാറയ്ക്ക് പോകുന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടുന്ന് രാജക്കാടിന് 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ പോകുന്ന വഴിക്കാണ് ഈ മുനിയറ ഗ്രാമത്തിൻ്റെ സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചേട്ടനൊക്കെ ഈ മുനിയറയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ആളല്ലേ? കുറേ വർഷങ്ങളായില്ലേ? എത്ര വർഷമായി ചേട്ടാ സ്ഥാപനം തുടങ്ങിയിട്ട്? 50 വർഷം മേളിലായി. അപ്പോൾ പഴയ കാലഘട്ടം തൊട്ട് നമ്മളിവിടെ ഉണ്ട്. അച്ഛനായിട്ടുള്ളതാണ്. പേര്? ശശി. ഓക്കെ. അപ്പോൾ ഇതേ നമ്മുടെ ചേട്ടൻ്റെ കടയാണ്. ഏകദേശം 50 വർഷത്തെ പാരമ്പര്യം, അതും ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു അല്ലേ? അപ്പോൾ അതേ അവിടെ സാധനം മേടിക്കാൻ വന്ന ചേട്ടന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥാപനങ്ങൾ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം കുറച്ച് ബാങ്കിൻ്റെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിമാലിയിൽ നിന്ന് പണിക്കൻകുടിക്ക് വരുന്ന ബസ്സൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഈ ഒരു മേഖലയിലാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം സ്ഥാപനങ്ങളൊക്കെ കാണാൻ പറ്റും. ചേട്ടന്മാരെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നേരിൽ നോക്കിയിരുന്നതാണ്. ഇവിടെ കുഞ്ഞൊരു ബേക്കറി ഉണ്ട് കേട്ടോ. ചേട്ടാ നമുക്കൊരു നാരങ്ങവെള്ളം തരാമോ? നാരങ്ങവെള്ളം ഉണ്ടോ? ഒന്നൊരു നാരങ്ങവെള്ളം താട്ടെ, ഉപ്പും പഞ്ചസാര കേട്ടോ. ഞാനിപ്പോൾ നടക്കുന്നത് ശരിക്കും മുനിയറയിൽ നിന്ന് നമ്മുടെ പണിക്കൻകുടി പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയുണ്ട്, കയറ്റം കയറി പോകുന്ന ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡും ഈ ഗ്രാമത്തിൻ്റെ രണ്ട് സൈഡും റോഡ് കുത്തനെ ഇറങ്ങി വന്ന് ഒരു ചെറിയ നിരപ്പത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മലഞ്ചരക്ക് കടകൾ, സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മേഖലയിലും നമുക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ടെക്സ്റ്റൈൽസാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള കുരിശുപള്ളി ഇരിക്കുന്നുണ്ടോ. പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായതാണോ എന്ന് അറിയത്തില്ല. ഈ വഴിയില്ലേ, ഈ വഴി ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ എന്താ പറയണേ പെരിഞ്ചാംകുട്ടിക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അതായത് മുള്ളിരിക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വഴി എത്തുന്നത് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ കുത്തിറക്കുവാണ്, നല്ല ടാസ്ക് പിടിച്ച വഴിയാണ്. അപ്പോൾ ഇതിലൂടെ ഇറങ്ങിയിട്ട് മുള്ളരിക്കടി പെരിഞ്ഞാംകുട്ടി ചെന്നിട്ട് നിങ്ങൾക്ക് നെടുങ്കണ്ടത്തിനും അതുപോലെ മുരിക്കാശ്ശേരിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ആ കുരിശുപള്ളി ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ നമുക്ക് ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബസ്സില്ലേ, ഈ ബസ് ശരിക്കും അടിമാലി നെടുങ്കണ്ടം ഓടുന്ന ബസ്സാണ് കേട്ടോ. ഇതിപ്പോൾ നെടുങ്കണ്ടത്തിൽ നിന്ന് റിട്ടേൺ തിരിച്ചു വന്ന ഭാഗമാണ് SMS എന്ന് പറഞ്ഞത്. നല്ല രസമല്ലേ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ബസ് സർവീസ് ഇങ്ങനെ കയറി പോകുന്ന കാഴ്ച, അടിപൊളിയല്ലേ. അപ്പോൾ
അപ്പോൾ ഇതുണ്ടോ നല്ല കയറ്റമൊക്കെ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കരിമല വട്ടക്കണ്ണിപ്പാറ കൂടി നേരെ കുത്തുങ്കിൽ വാട്ടർഫാൾസൊക്കെ കണ്ട് പവർ ഹൗസും കണ്ട് രാജക്കട എത്താൻ പറ്റുന്ന വഴി. അതിനു മുമ്പ് കുത്തുങ്കലിൽ നിന്ന് നിങ്ങൾക്ക് തിരിഞ്ഞാൽ ചെമ്മണ്ണാറും പോകാൻ പറ്റുള്ളൂ. ആ വഴി കൂടെയാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അടുത്ത ആദ്യത്തെ സ്പോട്ട് കരിമലയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു വഴിയിലേക്ക് നമ്മളിപ്പോൾ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ സ്കൂൾ ഇരിക്കുന്നത് ഈ വഴിയിലാണ്. അപ്പോൾ ഏതൊരു ഗ്രാമം കാണിച്ചാലും സ്കൂളും പള്ളിയും അമ്പലവും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വഴി കൂടെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി പോകുന്ന വഴിക്കൊക്കെ ധാരാളം കാഴ്ചകളൊക്കെ നമുക്കുണ്ട്, ധാരാളം വീടുകളൊക്കെ ഉണ്ട്. ഈ വഴിയില്ലേ ഇതിനോടിങ്ങനെ വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴി ഇതുണ്ടോ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ചുരുളി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്. നമ്മുടെ ചേരച്ചോട് ചുരുളിയല്ല കേട്ടോ, ഇത് മുനിയറയുടെ ഉള്ളിലുള്ള ചെറിയൊരു ഗ്രാമം, അതാണ് ചുരുളി എന്നറിയപ്പെടുന്നത്. നമ്മളങ്ങനെ മുനിയറ ടൗണ് വിട്ട് വേറൊരു കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുനിയറ സ്കൂൾ കേട്ടോ. ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ മുനിയറ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട്. പക്ഷേ നമുക്ക് ഒരുപാട് സംസാരിക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് ഇവിടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഈ കാഴ്ചകൾ മാത്രം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഗ്രാമ മേഖലകളിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ. ഇവിടെയും കുറേ കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ശല്യമാവേണ്ട. ഇതാണ് സ്കൂളിൻ്റെ മറ്റൊരു കവാടം കേട്ടോ. നിങ്ങൾ നോക്കി, വളരെ മനോഹരമായ ആംബിയൻസിലിരിക്കുന്ന മനോഹരമായ ഒരു സ്കൂളിൻ്റെ ഒരു കവാടമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് കുറച്ച് ദൂരം പോയി ഗേറ്റിങ്ങിൽ നിന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് തിരികെ വരാം കേട്ടോ. നമ്മളങ്ങനെ മുനിയറ ടൗണിൽ നിന്ന് വീണ്ടും കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്ക് കേട്ടോ, അതിൻ്റെ ശാഖയാണ്, മുനിയറ ശാഖയാണ്. ഇവിടെയും ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഈ തൊട്ട് മുകളിൽ ഒരു നിരപ്പുണ്ട്, അവിടെ ചെന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കാഴ്ചകളല്ലായിരുന്നോ? മുനിയറ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഒരു ചെറിയ വലിയ ഗ്രാമം, ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മുനിയറ ഗ്രാമത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.